അപ്പോഴേ ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറഞ്ഞിരുന്നു എൻ്റെ ഗ്യാസ് അടുപ്പിൻ്റെ കാര്യം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കുന്ന ഗ്യാസ് അടുപ്പ് വെക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു തുള്ളി വെള്ളം പോലും ഈ ഗ്യാപ്പിലൂടെ അകത്തോട്ട് പോകാൻ പാടില്ല. ആ ഒരു പ്രശ്നം ഈ ഒരു അടുപ്പിനുണ്ട് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ സാധാ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കാൻ പറ്റുന്ന ഗ്യാസ് അടുപ്പില്ലേ, അതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ, വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചത്, എനിക്ക് എൻ്റെ ഒരു കുക്കർ പൊട്ടിത്തെറിച്ചൊരു വീഡിയോ നിങ്ങളെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം അങ്ങനെ ഞാൻ കുറേ വെള്ളം ഇവിടെയൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അറിയുന്നില്ല ഇതിനകത്തുകൂടെ വെള്ളം പോയിട്ട് ഇതിനടിയിൽ വെള്ളം ഇറങ്ങി കിടക്കുമായിരുന്നു, നമ്മൾ അറിയുന്നില്ലായിരുന്നേ. അപ്പോൾ ഇത് കണ്ടോ, ഇതിനകത്തോട്ട് വെള്ളം ഇറങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ തുരുമ്പിക്കും. ഇതിന് ഈ അടുപ്പിൻ്റെ മാത്രം കുഴപ്പമാണോ എന്നെനിക്കറിയില്ല, അടുപ്പിനെ പറ്റി അറിയാവുന്നവർക്ക് മാത്രമേ അറിയൂ. കണ്ടോ, ഇവിടെ ഇങ്ങനെ ദ്രവിച്ചു പോയി. ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ഇവിടോട്ട് ഇറങ്ങാൻ പാടില്ല കേട്ടോ. ഇതിനകത്തോട്ട് നമ്മളിപ്പോൾ എന്തായാലും ഈ ഗ്യാപ്പിലൂടെ വെള്ളം ഇറങ്ങും നമ്മളിങ്ങനെ തുടയ്ക്കുമ്പോഴേ. അങ്ങനെ ഒരു പ്രത്യേകത ഈ അടുപ്പിനുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ വീണ്ടും ഇപ്പോൾ പുതിയ അടുപ്പ് മേടിച്ചു. അതേ അടുപ്പ് തന്നെയാണ്, സെയിം കമ്പനിയല്ല, വേറെ കമ്പനിയാണ് മേടിച്ചത്. ഈ കമ്പനിയൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല, നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും. പക്ഷേ ഇതിലേക്ക് നമ്മൾ എന്തുകൊണ്ടും നമ്മൾ നീക്കി വെക്കാൻ പറ്റുന്ന സാധാ അടുപ്പാണ്. ഇങ്ങനെ ഇറക്കി വെക്കുന്നതിനേക്കാളും സാധാ അടുപ്പാണ് ഏറ്റവും ബെറ്റർ കേട്ടോ, എൻ്റെ അനുഭവത്തിൽ എന്ന് പറയാം. അപ്പോൾ എനിക്കിനിയിപ്പോൾ ഇതേ ഗ്രാനൈറ്റ് കൊണ്ടുവന്ന് ഇത്രയും കട്ട് ചെയ്ത് മാറ്റിയേക്കുന്നുണ്ട്. ഇതുപോലെ ഇപ്പോൾ ഈ ഗ്രാനൈറ്റ് ഇത്രയും കട്ട് ചെയ്ത് മാറ്റിയേക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ചാൽ മാത്രമേ എനിക്കിവിടെ ഫിനിഷിങ് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ അടുപ്പ് തന്നെ ചൂസ് ചെയ്തത്. ഇത് ഇനി നമുക്ക് ഇറക്കി വെക്കാൻ പറ്റുന്ന അടുപ്പാണ് കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഗ്രാനൈറ്റ് നമ്മൾ അല്ലെങ്കിൽ ഇത് ഫുൾ ഇളക്കണം. അപ്പോൾ എനിക്ക് പറയാം, ഇനിയിപ്പോൾ പാല് കാച്ചുന്നവരും ഒക്കെ എന്ത് ചെയ്യുക, സാധാ അടുപ്പ് യൂസ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ അടുപ്പ് മേടിക്കാനുള്ള കാര്യം, ഇത് കത്തുന്നില്ലായിരുന്നു. ഇതിപ്പം ഇത് ദ്രവിച്ചിട്ട് പടപടാന്ന് ശബ്ദം, ഇങ്ങനെ നമ്മളിങ്ങനെ ഓൺ ചെയ്യുമ്പോൾ തന്നെ പടപടാന്ന് ശബ്ദം കേൾക്കുക, അങ്ങനെ ഗ്യാസ് ലീക്ക് ആവുക. പിന്നെ തന്നെയല്ല, ഈ ഒരു സംഭവം തന്നെ ഉണ്ടല്ലോ, എത്ര പ്രാവശ്യം മാറിയെന്ന് എനിക്കറിയാം. നമ്മൾ ഈ കുക്കറൊക്കെ ഇങ്ങനെ സിറ്റ് അടിക്കും, കുറച്ച് വെള്ളമൊക്കെ വീഴത്തില്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ പെട്ടെന്ന് ദ്രവിച്ചു പോകുന്നുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഈ കമ്പനിയുടെ ആണോ ഇങ്ങനൊരു അടുപ്പിൻ്റെ പ്രത്യേകതയാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ മറ്റേ അടുപ്പാണ് നല്ലത്. കാര്യം ഇത് ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. ഈ പൊട്ടിത്തെറിക്കാൻ തന്നെ കാര്യമായെന്നാണ് ഈ അടുപ്പ് മാറ്റാൻ വന്ന ആൾ പറഞ്ഞത്. കാര്യം എന്ന് വെച്ചാൽ ഇത് ഫുള്ള് ദ്രവിച്ചിരിക്കും. നമുക്കിത് അറിയത്തില്ല, ഇങ്ങനെ അടച്ചു നമ്മൾ മറ്റേ നമ്മളിങ്ങനെ നീക്കിയെടുത്ത് തുടങ്ങുമ്പോൾ നമുക്ക് അടിയിൽ ദ്രവിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് അടിയിൽ വെച്ചേക്കുന്നുണ്ട്. ഇതിനകത്ത് എന്തൊക്കെ പ്രശ്നം നടന്നാൽ നമ്മൾ ലാസ്റ്റ് നിമിഷം മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അവിടെ ഇന്ന് നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ സെറ്റ് ചെയ്തു. അവർ പ്രത്യേകം പറഞ്ഞു ഒരു തുള്ളി വെള്ളം പോലും ഇവിടെ എങ്ങും വീഴാം. സ്വാഭാവികമായിട്ട് വീഴും, നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ തിളച്ചൂവി വീഴാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ അവർ പറയാം ഒരു തുള്ളി വെള്ളം പോലും വീഴാൻ പാടില്ല. വീണ് കഴിഞ്ഞാൽ ഉണക്കി തുടച്ച് നല്ലതുപോലെ കോട്ടൺ തുണി വെച്ച് തുടച്ച് വെക്കണമെന്ന്. അപ്പോൾ ഇതിനെ അപേക്ഷിച്ച് മറ്റേ ഗ്യാസ് അടുപ്പല്ലേ ബെറ്റർ, എനിക്കങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ.